സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TV സ്വാഗതം. അപ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹികളായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. കേരള ചരിത്രത്തിൽ ആദ്യമായി KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് നേരത്തെ UDF പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ പരിപാടി ഗംഭീരമായി നടപ്പിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CP ജോൺ കൂടെ ഉണ്ടായിരുന്നു. അതായത് കേരള UDFന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ CP ജോൺ എന്നും UDFനൊപ്പമായിരുന്നു. പലരും മാറഞ്ഞങ്ങ് പോയി. അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങുന്ന മനുഷ്യനല്ല CP ജോൺ. നമ്മുടെ ജെട്ടി രാജുവിൻ്റെ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് CP ജോൺ അവിടെ വിജയിച്ചത്. അപ്പോൾ മനുഷ്യ സ്നേഹികളെ കേരള ജനത ഒരിക്കലും തിരസ്കരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ആ പരിപാടി നടപ്പാക്കി. എന്താണ് സൗജന്യ യാത്ര? നമ്മൾ മനസ്സിലാക്കണം. നാട്ടിലെ സൊസൈറ്റി ലേഡികൾക്ക് കയറി കറങ്ങാനുള്ളതല്ല സൗജന്യ യാത്ര എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ ഒരു സാധാരണക്കാരായ പാവപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് അവര് കുടുംബം പുലർത്തുന്നതെന്ന് അത് മനസ്സിലാക്കണം. ഈ പൊങ്ങച്ചം കൊണ്ട് കിടക്കുന്ന ഒരു പൊങ്ങച്ച സഞ്ചി തൂക്കി ഇട്ട് പിന്നെ ചുണ്ടില് ലിപ്സ്റ്റിക്കും എല്ലാം പുരട്ടി വില കൂടിയ അത്തറുമൊക്കെ തേച്ച് അങ്ങനെ നടക്കുന്ന സ്ത്രീകളുടെ കാര്യമല്ല ഇവിടെ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ പാവപ്പെട്ട സ്ത്രീകൾ രാവിലെ തൊട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. കുടുംബം എങ്ങനെയാണ് പുലർത്തിക്കൊണ്ട് പോകുന്നതെന്ന് അവർക്കേ മനസ്സിലാവുള്ളൂ. കുറെ എണ്ണം ഇറങ്ങി വേഷമൊക്കെ ധരിച്ച് പിന്നെ കുറെ തെമ്മാടികളായ RSS സംഘപരിവാർ ആണുങ്ങൾ പ്രൊട്ടക്ഷനും കൂടെ ഇറങ്ങി പിന്നെ ഇത് തടയാൻ നോക്കി. അവരെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഇത് നടക്കില്ല. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മനുഷ്യ സ്നേഹികളെ കൊണ്ടേ അതിന് കഴിയുള്ളൂ. മനുഷ്യത്വം മരവിച്ച ആളുകൾ രാജ്യം ഭരിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് മോഡിയും പിണറായിയും ഒക്കെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല ഭരണം എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇതാണ്. അതായത് വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങനെ പല കാര്യങ്ങളിനി പിന്നെ പെൺകുട്ടികൾക്ക് 1000 രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞു, അതും കൊടുക്കും. അപ്പൊ ഇതൊക്കെ കണ്ട് വിരളി പിടിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള RSS സംഘപരിവാറുകാരും പിന്നെ പഴയ LDF കാരും.